അടിമാലി കുര്യൻസ് പടിയിലെ നെടുവേലിൽ ഫാത്തിമയെ കൊലപ്പെടുത്തിയ ആഭരണം കവർന്നു. കഴിഞ്ഞ ദിവസമാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഫാത്തിമയുടെ വീട് അവരെ കുര്യൻസ് പടിയിലെ അവർക്ക് മകനുണ്ട്. ആ വീട്ടിൽ കഴിഞ്ഞ 5-ാം തീയതി 2 പേര് ചെന്നു. അവർക്ക് അതിനടുത്ത് ഒരു വീട് വാടകയ്ക്ക് കിട്ടാനുണ്ടോ എന്നന്വേഷിച്ചാണ് ഫാത്തിമയുടെ വീട്ടിൽ ചെന്നത്. അതിനടുത്ത് ഒരു വീടുണ്ട്, ഇവരങ്ങോട്ട് പോയി. അതിനുശേഷം 2-3 പ്രാവശ്യം ഫാത്തിമയെ വന്ന് വീണ്ടും ഈ പരിചയത്തിൽ കണ്ടു. അവർ മടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 13-ാം തീയതി അവർ ഫാത്തിമയുടെ വീട്ടിൽ വന്നു. ഫാത്തിമയുടെ അല്പം വെള്ളം ചോദിച്ചു. അവർ വെള്ളം എടുക്കാൻ അടുക്കളയിലോട്ട് പോയി. ഇവർ പിന്നാലെ കയറി. അത് 2 പേരാണ് ആ കൊലപാതകം നടത്തിയത്. പിന്നാലെ കയറിയവർ അവരെ കഴുത്തിന് കുത്തി, അവരെ കൊലപ്പെടുത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വളയും അവരുടെ കഴുത്തിലെ 2 പവൻ്റെ ആഭരണവും കൊണ്ടുപോയി. മകന് അടിമാലി ടൗണിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് ഇത് കാണുന്നത്. പോലീസ് വന്നു, അന്വേഷണം നടത്തി. അപ്പോൾ അവിടെ ഒരാഴ്ച മുമ്പ് അവിടെ ESI അടിമാലി കുമ്പംപാറയിലെ ESI ആശുപത്രിയിലെ ജീവനക്കാരനാണ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്നു. കൂടെ അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഫാത്തിമ അതിനടുത്തുള്ള 1-2 വീടൊക്കെ ചൂണ്ടിക്കാണിച്ചു. അവരങ്ങോട്ട് പോയി. അതിനുശേഷം 1-2 പ്രാവശ്യം കൂടെ വന്നു. വന്നിട്ട് ഇവർ മടങ്ങിപ്പോയി. ഏതായാലും CCTV ദൃശ്യങ്ങളും ഇവരുടെ ചെയ്തികളും എല്ലാം നോക്കി പോലീസ്, അടിമാലി CA, അവിടുത്തെ DYSP നല്ലൊരു അന്വേഷണം നടത്തി ആളെ ട്രാക്ക് ചെയ്തു. കൊല്ലത്ത് കിളികല്ലൂരുള്ള MG നഗറിലെ സേവ്യർ അലക്സ്, അയാളെ അറസ്റ്റ് ചെയ്തു. 35 വയസ്സ്. അയാളുടെ സുഹൃത്തും ഭാര്യയായിട്ട് നടക്കുന്നതും കൊല്ലത്ത് ഇയാളുടെ വീടിനടുത്തുള്ള ആളുമായ കവിത, അവർക്ക് 35 വയസ്സ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരുടെ ചരിത്രം പോലീസ് വെളിവാക്കി. ഇവർ 2 പേരും ആണ് ഈ മർഡർ ചെയ്തതെന്ന് വിശ്വസിക്കാൻ ഭാര്യയും ഭർത്താവുമാണെന്ന് കരുതി ഫാത്തിമ അവരെ സ്വീകരിച്ചു. വീട് ദൂരെ ഒരെണ്ണം വാടക കിട്ടാനുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. 1-2 പ്രാവശ്യം അവരുടെ വീട്ടിൽ വന്നു. ഈ 13-ാം തീയതി വൈകിട്ട് ഇവരവിടെ ചെന്ന് ഫാത്തിമയുടെ വീടിനടുത്ത് ചെന്നു. അടുത്ത അയൽവക്കത്തെ വീട്ടിൽ നിന്നു. ഈ സമയം ഫാത്തിമയുടെ മകൻ അവനെ അടിമാലി ടൗണിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടു 4 മണിക്ക്. പിന്നാലെ അവർ ഫാത്തിമയെ ചെന്ന് പതുക്കം പരിചയം പുതുക്കി വെള്ളം ചോദിച്ച് വീട്ടിനകത്ത് കയറി. ആ സ്ത്രീ കവിത ഫാത്തിമയുടെ കഴുത്തിന് കയറി പിടിച്ചു. അവർ നിലവിളിക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് അലക്സ അവരുടെ കഴുത്തിനെ മുറിച്ചു, അവരെ തലയിൽ ആഞ്ഞു കുത്തി, അവരെ കൊന്നു. അവരെ കഴുത്തിൽ കിടന്ന 2 പവൻ്റെ ആഭരണം, കയ്യിലെ ഒരു വള. ആ വള പിന്നീട് മനസ്സിലായി മുക്കുകൊണ്ടമാണെന്ന്. ഏതായാലും ഇവർ 2 പേരെ ഹിസ്റ്ററിയാണ് ഏറ്റവും കൗതുകം ഉണർത്തുന്നത്. 2 പേരും ഒന്നിച്ച് പഠിച്ചവരാണ് കൊല്ലത്ത്. അതിനുശേഷം 2 പേർക്കും ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ ആയിട്ട് മാറിപ്പോയെങ്കിലും വളരെ വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ ESI ആശുപത്രിയിലെ ഒരു ഡ്രൈവറായിട്ട് അലക്സിന് ജോലി കിട്ടി. ESI ആശുപത്രിയിൽ അബദ്ധത്തിൽ വന്നു ചേർന്നതാണ് കവിത. 2 പേരും പരിചയം പുതുക്കി ഒന്നിച്ച് പഠിച്ചവരാണ്. 2 പേരും വിവാഹം കഴിച്ചു. എങ്കിലും പരസ്പരം കണ്ടു. 2 പേരും ഒന്നിച്ച് താമസിക്കാൻ തീരുമാനമെടുത്തു. അവരുടെ ഭാര്യയും അയാളുടെ ഭാര്യയും ഇവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് 2 പേരും ഒന്നിച്ച് താമസം തുടങ്ങി. അതിനുശേഷം കൊല്ലത്ത് തന്നെ ഒരു പോക്സോ കേസുണ്ടായി ഇവരുടെ പേരിൽ. 2 പേരെ അറസ്റ്റ് ചെയ്തു പോലീസ്. കാപ്പ ചുമത്തി അകത്തോട്ട് വിട്ടു. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ലിവിങ് ടൂതറായിട്ട് നടക്കുന്ന ഇവരാണ് ആ പോക്സോ കേസിലെ പ്രതികളെ 2 പേരും. ഏതായാലും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നു. നാട്ടിൽ നിൽക്കാൻ മേലായ 2 പേരും കൂടെ അവിടുന്ന് സ്ഥലം വിട്ടു. തമിഴ്നാട്ടിലെ വീടെടുത്ത് താമസിച്ചു.
തമിഴ്നാട്ടിൽ കുറേ നാൾ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു എന്നറിയില്ല. മോഷണം നടത്തിയായിരിക്കാം ജീവിച്ചതെന്ന് കരുതുന്നു. കഴിഞ്ഞ 5-ാം തീയതി ഇവർ അടിമാലി വന്നു. അവിടെ മൗണ്ട് വ്യൂ എന്ന ഒരു ലോഡ്ജ് മുറിയെടുത്തു. അവിടെ താമസിച്ചു. പണം തീർന്നു. വേറെ പണത്തിന് യാതൊരു മാർഗവുമില്ല രണ്ടുപേർക്ക്. അങ്ങനെയാണ് ഒരു മോഷണം ചെയ്യാം എന്ന് അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. അങ്ങനെ വീട് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഫാത്തിമയെ കാണുന്നത്. ഫാത്തിമയുടെ കഴുത്തിൽ 2 പവൻ ഒരു മാലയുണ്ട്, കയ്യിലൊരു വളയുണ്ട്, 3-4 പവൻ ഒക്കും. ഇപ്പോഴത്തെ വിലയനുസരിച്ച് 2-2.5 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടും. രണ്ടുപേരും കൊലപാതകം ചെയ്യാൻ തീരുമാനിച്ചു. തങ്ങളെ ഒരിക്കലും പോലീസോ നാട്ടുകാരോ ആരും പിടിക്കില്ലെന്നാണ് അവർ കരുതിയത്. അങ്ങനെയാണ് അവർ ഫാത്തിമയെ കൊല്ലാൻ തീരുമാനിച്ച് 2 പ്രാവശ്യം അവിടെ വന്നിട്ട് പോയി. വീണ്ടും ഇപ്പോൾ വന്നു. മകൻ പോയ തക്കത്തിൽ വീടിനകത്ത് കയറി അവരെ കൊന്നു. എന്തായാലും ആ സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഒന്ന് മുക്കുവണ്ടമാണ്. അവർ തിരിച്ച് പാലക്കാട്ട് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട്ട് നെടുങ്കണ്ടത്തുള്ള ഒരു ASP ഉണ്ട്, ഇപ്പം പുതിയതായിട്ട് IPS കിട്ടി വന്ന ലേഡിയുണ്ട്. അവരുടെ സഹായത്തോടു കൂടി പാലക്കാട്ടിൽ നിന്ന് 2നെയും പൊക്കി പോലീസ്. നല്ലൊരു ഡിറ്റക്ഷനായി. ഒരിക്കലും തെളിയാതെ പോകുന്ന ഒരു കേസായിരുന്നു. അടിമാലി CA DYSP ഒക്കെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവർ വളരെ പെട്ടെന്ന് ഈ കേസിന് ഡിറ്റക്ഷനായി. ഇങ്ങനെ ഫാത്തിമയെ കൊന്ന് കവർച്ച നടത്തിയെന്ന് പത്രത്തിൽ വായിച്ചപ്പം തെളിയാതെ പോകുമെന്ന് ഞാൻ കരുതി. തെളിയാനല്ലെങ്കിൽ താമസം കുറേ കാലെടുക്കും. പക്ഷെ വളരെ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് അവിടുത്തെ പോലീസ് രംഗത്തെത്തി. എല്ലാം അതിന് സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. നല്ലൊരു ഡിറ്റക്ഷനാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ 2024 ഏറ്റവും നല്ല ഡിറ്റക്ഷനിലൊന്നാണ് ഈ കേസ്. അവരെല്ലാവരും അഭിനന്ദിക്കുന്നു. ഏതായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ 2 പേരും അവർ ക്രിമിനലാണ്. ബേസിക്കലി 2 പേരും കണ്ടുമുട്ടിയപ്പം തന്നെ അവരവരുടെ കുടുംബത്തിനെ ഉപേക്ഷിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. പക്വതയില്ലാത്ത, അവർക്ക് ജീവിതം എന്താണെന്ന് അറിയില്ലാത്ത, പണത്തിന് വേണ്ടി ആരെയും കൊല്ലാമെന്ന് കരുതുന്ന മനസ്ഥിതിയുള്ള 2, ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് നമ്മളിപ്പം കാണുന്ന അലക്സും കവിതയും. എന്തായാലും ഈ ഒരു സംഭവം ഒരു പാഠമായിരിക്കട്ടെ എല്ലാവർക്കും. ധാരാളം പേര് ഇതേ ചിന്താഗതിക്കാരുണ്ട്. പണമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആരെയെങ്കിലും കൊന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ധാരാളം പേര് അങ്ങനെ മൈൻഡുമായിട്ട് നടക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ പിന്മാറിക്കോണം. പിടി വീഴും. കാരണം കേരള പോലീസ് അത്ര പിന്നോട്ട് പോവില്ല. ജീവപര്യന്തം 20 വർഷം അടുത്ത ജീവിതം ജയിലിൽ തന്നെ അവിടെ കിടന്ന് ജീവിച്ച് മരിക്കേണ്ടി വരും. അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ പാഠഭാഗം മറന്നു പോകരുത്. മറ്റൊരാളെ പറ്റിച്ച് അവരെ ചതിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ കൊന്ന് അവരുടെ പണം മോഷ്ടിച്ച് ജീവിക്കാനുള്ള മനസ്സ് ഉള്ളവരൊക്കെ മാറ്റിക്കോണം. അത് നല്ലതല്ല. നിങ്ങളുടെ കുടുംബം തകരും. നിങ്ങൾ ശിഷ്ടജീവിതം ജയിലിൽ കഴിയേണ്ടിയും വരും.